വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രാദേശിക തല സമിതി രൂപീകരിക്കും. മുതിർന്ന ഉദ്യോഗസ്ഥരംഗങ്ങളായ സമിതി ഇക്കാര്യം പിന്നീട് പരിശോധിക്കും. ടി വി പ്രസാദും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ആദ്യം ടി വി പ്രസാദിലേക്ക്. ടി വി പ്രസാദ്, ദുരിതബാധിതർ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കാരണം ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാതെ തങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. ഉറ്റവരെ കാണാനില്ല, അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇത്രയധികം ദിവസമായിട്ടും അപ്പോൾ അവരെ മരിച്ചവരാക്കി കണക്കാക്കിക്കൊണ്ടുള്ള ഉത്തരവ് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? പലതവണ റിപ്പോർട്ടറിലൂടെ ഈ ആശങ്ക ഈ ദുരിതബാധിതർ പങ്കുവച്ചത് നമ്മൾ കേട്ടതുമാണല്ലോ പ്രസാദ്. സുജയ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം അവിടെ ഇപ്പോൾ ദുരന്തത്തിൽ അകപ്പെട്ട് ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ആ സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്ന സുജയ. കാരണം അന്ന് കാണാതായ ആളുകൾക്ക് ദിവസങ്ങളോളം അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തി. അവരെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് നാൾ തെരഞ്ഞിട്ടും കണ്ടുകിട്ടാത്ത ആളുകളെ മരിച്ചവരായി പരിഗണിക്കണം എന്ന രീതിയിലേക്കുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിലാണ് സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. അതായത് കാണാതായവരെ മുഴുവൻ മരിച്ചതായി പരിഗണിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിന്റെ നടപടിയുടെ ഭാഗമായിട്ടുള്ള ഉത്തരവാണ് ഇന്ന് പുറത്തിറങ്ങിയത്. ഇതിന്റെ ഭാഗമായി സുജയ 2 തല സമിതികളാണ് ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് പ്രാദേശിക തല സമിതിയും 2 സംസ്ഥാന തല സമിതിയും. അതായത് ഇത്ര നാളും ആളുകളെ കാണാതായി അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തി അങ്ങനെ കണ്ടെത്താത്ത ആളുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് എസ്എച്ച്ഒയിൽ നിന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ശേഖരിക്കണം. അങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതിന് ശേഷം പ്രാദേശിക തല സമിതി അത് പരിശോധിക്കണം. പ്രാദേശിക തല സമിതിയിൽ വില്ലേജ് ഓഫീസർ ഉണ്ടാകും, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാകും, ഒപ്പം എസ്എച്ച്ഒയും ഉണ്ടാകും. ഇവർ വിശദമായി ആ പട്ടിക പരിശോധിച്ചതിന് ശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ആ പട്ടിക കൈമാറേണ്ടത്. അവർ വിശദമായി പഠിച്ച് പരിശോധിച്ച് പട്ടിക തയ്യാറാക്കിയതിന് ശേഷമാണ് സംസ്ഥാന തല സമിതിക്ക് ഇതിന്റെ പട്ടിക കൊടുക്കേണ്ടത്. സംസ്ഥാന തല സമിതിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനുണ്ടാകും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനുണ്ടാവും. അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഇങ്ങനെ 3 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഈ സമിതിയാണ് ഇത് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം കാണാതായവരുടെ ഈ പട്ടിക അത് മരിച്ചവരുടെ പട്ടികയായി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഉത്തരവിറക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. തീർന്നില്ല സുജയ. ഇങ്ങനെ തയ്യാറാക്കുന്ന പട്ടികയിൽപ്പെട്ട്, അതായത് മരിച്ചവരായി കണക്കാക്കി ഉത്തരവിറക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള തീരുമാനവും ഉണ്ടാകണം. അതോടൊപ്പം നേരത്തെ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന അതേ ആനുകൂല്യം എത്രയും പെട്ടെന്ന് ഈ കാണാതായവരെ അവരെ മരിച്ചവരായി കണക്കാക്കി അവരുടെ ബന്ധുക്കൾക്ക് ആശ്രിതർക്ക് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകണം എന്ന് പറയുന്ന നിർണായക ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് സുജയ. ഓക്കെ, ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. പ്രസാദ്, ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. കാണാതായവരെ കണ്ടെത്തണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്കിലും ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും എന്നുള്ള ഉത്തരവാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൽ പൂർണ്ണ തൃപ്തരാണോ ദുരിതബാധിതർ? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പല വിധത്തിൽ രേഖകൾക്കുൾപ്പെടെ വേണ്ടി ഈ സർക്കാർ സംവിധാനങ്ങളെ സമീപിക്കുന്ന ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ദുരന്തബാധിതർ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പല രേഖകൾ ഹാജരാക്കുന്നതിനടക്കമുള്ള ആവശ്യപ്പെടുന്ന സാഹചര്യം, അതിന് പിന്നീട് സർക്കാരൊക്കെ ഇടപെട്ട ലഘൂകരിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായി. സമാനമായ രീതിയിൽ തന്നെ ഇതിപ്പോൾ നേരത്തെ ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്തതുപോലെ എസ്എച്ച്ഒ ഉൾപ്പെടുന്ന പ്രാദേശിക തല സമിതിയുമായി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. കാണാതായ ആളുകളെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും, ഏതൊക്കെ തരത്തിൽ അവരുടെ വിവരങ്ങൾ കൈമാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നുള്ള ആവശ്യം പൊതുവെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനപ്പുറത്ത് ഇത്തരത്തിൽ ഈ കാണാതായിരിക്കുന്ന ആളുകളെ പൂർണ്ണമായും മരിച്ചവർ എന്ന ഗണത്തിലേക്ക് കണക്കാക്കും എന്നുള്ള വിവരം അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ആളുകളെയും പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാതെ പോവുകയും എന്നാൽ ബോഡി പാർട്സ് കണ്ടെത്തി DNA പരിശോധന
ഉൾപ്പെടെ നടത്തി. ചില ആളുകളുടെയൊക്കെ ആ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഏതാണ്ട് 39ഓളം ആളുകളുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്ത സാഹചര്യം നിലനിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് വരുന്നത്. അത് ആ മേഖലയിലുള്ള ഇത്തരത്തിൽ ബന്ധുക്കളെ ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യമാണ്. അവർക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്നുള്ളത് കൂടി ആളുകളെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ പ്രാദേശികമായുള്ള ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാതായവരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അത് സർക്കാരിലേക്ക് എത്തുകയും അത് വേഗത്തിൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തുകയും ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പൊതുവെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം TV പ്രസാദും. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ആശ്രിതർക്ക് ധനസഹായം വേഗത്തിലാക്കുക, ഒപ്പം ദുരന്തബാധിതർക്ക് എത്രയും വേഗം പുനരധിവാസം അതും കൃത്യമായി ഉറപ്പാക്കുക എന്നതാണ് നമ്മൾ മുന്നിൽ കാണുന്ന വലിയ ലക്ഷ്യം. അതിലേക്ക് അടുക്കുന്നു. അതിന്റെ ആദ്യഘട്ടമായി വരുന്ന ഉത്തരവുകളിൽ ഒന്നാണിത്.